إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ആ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞ 10 രാത്രികളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. അല്ലാഹു പരിപൂർണമായി ആ രാവുകളെ ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശർ അൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹ. മറ്റു ദിവസങ്ങളിൽ ആരാധനാ കർമ്മങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശ്രമിക്കുന്നതിനേക്കാൾ പ്രവാചകൻ അവസാനത്തെ 10 ആരാധനാ കർമ്മങ്ങളിൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ 20 ദിവസങ്ങളിൽ ആരാധനാ കർമ്മവും അതേപോലെ തന്നെ ഉറക്കവും രണ്ടും ആദ്യത്തെ 20 ദിവസങ്ങളിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അവസാനത്തെ ദിവസമായി കഴിഞ്ഞാൽ വശദ്ദൽ മിഅ്സർ, പ്രവാചകൻ തൻ്റെ ഉടുമുണ്ട് മുറുക്കി ഉടുക്കുകയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ആ ഒരു 10 ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. 365 ദിവസങ്ങളിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ സമ്മാനം, അത് നമ്മുടെ മുമ്പിൽ നമ്മളെയും കാത്ത് നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, മാനസികമായും ശാരീരികമായും അതിലേക്ക് ഒരുങ്ങുവാൻ, തയ്യാറെടുക്കുവാൻ വലിയ ഒരു ജാഗ്രത നമ്മൾ കാണിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്യാ ലൈലഹു, അവസാനത്തെ 10 രാവുകളെ പ്രവാചകൻ ജീവിപ്പിക്കും ബിൽ ഇബാദാത്ത്, ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട്. വഅയ്കല അഹ്ലഹു, താൻ സ്വയം തൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമായി ചുരുങ്ങുകയായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത്. മറിച്ച് വഅയ്കല അഹ്ലഹു, തൻ്റെ കുടുംബത്തെയും കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്താറുണ്ടായിരുന്നു. ആ അവസാനത്തെ 10 ഏറ്റവും
പ്രതിഫലം ലഭിക്കുന്ന ആ രാവുകളിൽ ആരാധനാ കർമ്മങ്ങളിൽ സ്വയം മുന്നേറുന്നതോടൊപ്പം തന്നെ വൈക്കൽ അഹ്ലഹു തൻ്റെ കുടുംബത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേക്ക് ഉണർത്താറുണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ്റെ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും പ്രവാചക പത്നിമാർ നമ്മുടെ ഉമ്മമാർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ മസ്ജിദുൽ നബവിയിൽ ഇഅ്തികാഫ് ഇരുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു അവസാനത്തെ 10 നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, ദിക്റുകൾ, ദുആകൾ, നിസ്കാരങ്ങൾ, ഇഅ്തികാഫുകൾ, ഖുർആൻ പാരായണങ്ങൾ, സ്വതക്കകൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം അധികരിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ ഒക്കെ അതിലേക്ക് അവരെയും കൂടെ നമ്മൾ അതിലേക്ക് ഉൾപ്പെടുത്തണം. അവരെയും ആ ഒരു ആരാധനാപരമായ ചുറ്റുപാടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. ആ മാതൃക നമ്മളും പിൻപറ്റണം. എപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് വലിയ ഓഫറായി പഠിപ്പിച്ച ആ രാത്രി നമ്മൾക്ക് മാത്രം ലഭിച്ചാൽ പോരാ, മറിച്ച് നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ മക്കൾക്കും അത് ലഭിക്കണം. അതിൻ്റെ ആനന്ദം, അതിൻ്റെ മാധുര്യം അവരും അറിയണം എന്ന് നമ്മൾ വാശി പിടിക്കണം. അതിനനുസരിച്ച് അവരെ നമ്മൾ തയ്യാറാക്കി നിർത്തണം. ആ രൂപത്തിൽ ഈ ഒരു അവസാനത്തെ 10 നമ്മളൊന്ന് ക്രമീകരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാത്രി നിസ്കാരം തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാത്രി നിസ്കാരമാണ്. ഖിയാമുൽ ലൈൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ചില ആളുകൾ ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു, ഞങ്ങൾ ഫർള് നിസ്കാരങ്ങൾ മാത്രമേ ഞങ്ങൾ നിർവഹിക്കുകയുള്ളൂ, സുന്നത്തായ നിസ്കാരങ്ങൾ ഒന്നും ഞങ്ങൾ നിർവഹിക്കുകയില്ല, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല, കാരണം അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയില്ല. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ്, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള പ്രവാചകനാണ്. ഇത് ഒരിക്കലും ജീവിതത്തിൽ പ്രവാചകൻ ഖിയാമുൽ ലൈൽ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മഹദി നമ്മുടെ ഉമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും ആ ഒരു ജാഗ്രത ആ വിഷയത്തിൽ കാണിക്കണം, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ആദ്യം ഖിയാമത്ത് നാളിൽ വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം അത് നിസ്കാരമാണ്. നിർബന്ധമായ കർമ്മങ്ങളെക്കുറിച്ച് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദ്യം ചെയ്യുകയുള്ളൂ എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുമ്പോൾ അതിൽ ന്യൂനതയുണ്ട്, അതിൽ കുറവുണ്ട്, പൂർണ്ണതയില്ല എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഉൻദുറു ഹൽ ലഹു മിൻ തവത്തു, ഉൻദുറു ഹൽ ലഹു മിൻ തതവ്വു, അവന് വല്ല സുന്നത്ത് നിസ്കാരങ്ങളുമുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക, അവൻ്റെ ഫർളിൽ വന്ന വീഴ്ചകൾ പരിഹരിക്കാൻ. പ്രിയമുള്ളവരെ, ഒരു ദിവസത്തെ 5 വക്ത് നിസ്കാരങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ ളുഹർ, എൻ്റെ അസർ, എൻ്റെ മഗ്രിബും ഇശാഉം സുബഹിയും, ഈ 5 വക്തിൽ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ കൃത്യമായി ഞാൻ ആ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ചാൽ തന്നെ നമ്മൾക്ക് ബോധ്യപ്പെടും. പിന്നെ നമ്മുടെ ഇത്രയും കാലമുള്ള നിസ്കാരങ്ങൾ എങ്ങനെയാണ് അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ അതും കൊണ്ട് കഴിച്ചിലാവുക. ഒരുപാട് ന്യൂനതകൾ, അലസത വന്നിട്ടുണ്ടാകും, മറവി സംഭവിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ചില ഫർള് നിസ്കാരങ്ങൾ സമയത്ത് നിർവഹിച്ചിട്ടുണ്ടാവില്ല, മടി അതിൽ ബാധിച്ചിട്ടുണ്ടാകും, അള്ളാഹിനെ കുറിച്ചുള്ള ഖുശൂഅ് നഷ്ടപ്പെട്ട സമയങ്ങൾ നമ്മുടെ നിസ്കാരത്തിലുണ്ടാകും, ഒരുപാട് ജമാഅത്തുകൾ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മുടെ ഫർള് നിസ്കാരങ്ങളിൽ മാത്രമുണ്ടായിരിക്കെ അവ്വലുമായി വഹാസബു ബിഹിൽ അബ്ദു, ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന ആ നിസ്കാരത്തിനെ കുറിച്ചുള്ള വിചാരണയിൽ നമുക്ക് കൈച്ചിലായി പോകണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആ നിസ്കാരത്തെക്കുറിച്ചുള്ള വിചാരണയിൽ അവൻ വിജയിച്ചാൽ അവൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അവൻ എളുപ്പമാകും എന്നാണ്. അപ്പോൾ ആ നിസ്കാരത്തെക്കുറിച്ചുള്ള വിചാരണയിൽ നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കണം. അങ്ങനെ വിജയിക്കാൻ സാധിക്കണമെങ്കിൽ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.
അതിലേറ്റവും നല്ല നിസ്കാരങ്ങളിൽപ്പെട്ടതാണ് ഖിയാമുൽ ലൈൽ. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നമ്മളൊക്കെ ആദ്യത്തെ റമളാനിന്റെ ദിവസങ്ങളിൽ കേട്ട ഹദീസാണ്. ആരെങ്കിലും റമളാനിൽ ഈമാനോടുകൂടി പരിപൂർണമായ വിശ്വാസത്തോടുകൂടി ഇഹ്തിസാബോടുകൂടി അള്ളാഹിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് രാത്രി നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന് മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഖിയാമുൽ ലൈൽ നമ്മളൊന്ന് ക്രമീകരിക്കണം. നമ്മുടെ ഖിയാമുൽ ലൈൽ ഒന്ന് ക്രമീകരിക്കണം. ആരെങ്കിലും ഇമാമിന്റെ കൂടെ ആദ്യാവസാനം നിസ്കരിച്ചാൽ, ഒന്നാമത്തെ റക്അത്ത് മുതൽ വിത്റിന്റെ അവസാനത്തെ സലാം വരെ ഇമാമിന്റെ കൂടെ ആരെങ്കിലും രാത്രി നിസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമൽ ലൈല കുല്ല, അവൻ രാത്രി മുഴുവനും എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഖിയാമുൽ ലൈലിനെ നമ്മളൊന്ന് ക്രമീകരിക്കണം. ആ ഖിയാമുൽ ലൈലിനെ നമ്മൾ ക്രമീകരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ നിസ്കാരത്തെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അലസത വരും, നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകും. ചില ആളുകൾ കുറച്ച് ഓതിയാൽ മതി എന്ന് പറയുന്നതിന് ന്യായം പറയാറുള്ളത്, കുറേ ഓതുമ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകും, കുറേ ഓതുമ്പോൾ നമ്മൾക്ക് ഉറക്കം വരും, നമുക്ക് ക്ഷീണം വരും എന്നൊക്കെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് സലാം വീട്ടുന്നത് വരെ നമ്മൾ അള്ളാഹുവിനോടാണ്, നമ്മൾ മുനാജാത്താണ്, അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര സമയം അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നുവോ അത്രയും എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന തൗഫീഖാണ്, അനുഗ്രഹമാണ്, ഭാഗ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഖിയാമുൽ ലൈലിൽ നമ്മൾ നിൽക്കണം. സുദീർഘം നമ്മൾ നിൽക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ കാലിൽ നീര് തട്ടുമാറ് നിസ്കരിച്ചപ്പോൾ ചോദിച്ചു, എന്തിനാ റസൂലേ ഇങ്ങനെ ഇടങ്ങാറാവുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, അഫല അകൂന അബ്ദൻ ശുകൂറൻ യാ ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ അള്ളാന്റെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഖിയാമുൽ ലൈലിനെ നമ്മളൊന്ന് ക്രമീകരിക്കണം. ഖിയാമുൽ ലൈലിനെ നമ്മൾ ക്രമീകരിക്കണം. സുദീർഘം നമ്മൾ നിന്ന് ഇമാമ് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹിന്റെ മുമ്പിലാണ്. നമുക്കതിൻ്റെ ആയത്തിന്റെ അർത്ഥം അറിയില്ല, ചിന്തിക്കാൻ, പക്ഷേ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാം. ആ ഓതുന്നത് ശ്രദ്ധയോടെ കേൾക്കാം. അങ്ങനെ ആ ഖിയാമുൽ ലൈലിൽ കൃത്യമായ ഖുശൂഅോടുകൂടി അതിനെ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തത് ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും 4 മാസവും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലേ. അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70, എൻ്റെ ഉമ്മത്തിൻ്റെ ശരാശരി ആയുസ് 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതിനേക്കാൾ അപ്പുറത്ത് 84 വർഷം 4 മാസം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലം എത്രയാണോ അതിനേക്കാൾ ഖൈറും മിൻ അൽഫി ഷഹർ എന്നാണ് പറഞ്ഞത്. അതിനേക്കാൾ ഉത്തമമാണ് ആ ലൈലത്തുൽ ഖദറിൽ നമ്മൾ നിർവഹിക്കുന്ന ഒരു 2 റക്അത്ത് സുന്നത്ത്, നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്ർ, നമ്മൾ ചൊല്ലുന്ന ഒരു ഇസ്തിഗ്ഫാർ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, നമ്മൾ ഉറക്കം ഒഴിവാക്കിയിരിക്കുന്ന ആ ഇഅ്തികാഫ്. പ്രിയമുള്ളവരെ, അതിനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. തഹറൗ ലൈലത്തുൽ ഖദർ ഫി സബ്ഇൽ അവാഖിർ, അവസാനത്തെ 7 ദിവസം നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. അവസാനത്തെ 7 ദിവസം ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. ഒറ്റയിട്ട രാവുകളിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവുക. അതിലേറ്റവും കൂടുതൽ സാധ്യത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ, നിങ്ങൾ അവസാനത്തെ 7 ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ 365 ദിവസം ദുനിയാവിന് വേണ്ടി ഇങ്ങനെ ഓടുകയാണ്. നമ്മൾ കുറച്ച് നമ്മുടെ ദീനിന് വേണ്ടി, നമ്മുടെ പരലോകത്തിന് വേണ്ടി ഒന്ന് മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാവുക. പള്ളികളിലേക്ക് നമ്മൾ ഇറങ്ങുക, നമ്മൾ ദിക്ർ ചൊല്ലുക, ഇഅ്തികാഫിനായി പള്ളിയിലിരിക്കുക. ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുക. ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക. 913 വർഷം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത്രയും വർഷത്തെ പ്രവർത്തനങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത് സമർപ്പിക്കാനുണ്ടാകും. പ്രവാചകന്റെ മുൻകഴിഞ്ഞു പോയ തലമുറകളൊക്കെ ഏകദേശം 100, 200, 300 വർഷം ജീവിച്ച കാലഘട്ടക്കാരാണ്. അവർക്ക് അത്രയും വർഷത്തെ പ്രവർത്തനങ്ങൾ കൊടുക്കാനുണ്ട്. നമ്മൾക്കോ
നമ്മുടെ കുട്ടിക്കാലവും കഴിഞ്ഞ് നമ്മുടെ ഉറക്കവും എല്ലാം കഴിഞ്ഞ് വളരെ തുച്ഛമായ ഒരു വർഷങ്ങളിലെ പ്രവർത്തനങ്ങളാണ് കൊടുക്കാനുള്ളത്. വളരെ തുച്ഛമായ വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ. അതിൽ തന്നെ ഇഖ്ലാസ് നഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകും, ഖുശൂ നഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകും, അലസത അനുഭവിച്ച പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ കൂട്ടിക്കിഴിച്ച് നോക്കിയാൽ നമ്മൾക്ക് അള്ളാഹിന്റെ മുമ്പിൽ മിച്ചം വെക്കാൻ എന്തുണ്ടാകും? അവിടെയാണ് അള്ളാഹ് നമ്മൾക്ക് നൽകിയ ആ ഓഫറിനെ പ്രതീക്ഷിച്ച് അള്ളാഹിന്റെ പള്ളിയിൽ നമ്മൾ ചടഞ്ഞിരിക്കുക. ആ ഓഫറിനെ പ്രതീക്ഷിച്ച് ചടഞ്ഞിരിക്കുക. ആർക്കെങ്കിലും ആ ലൈലത്തുൽ ഖദർ കിട്ടിയാൽ, പ്രിയമുള്ളവരെ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ, അത് മതിയാകും നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ആത്മാർത്ഥമായി ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളികളിലേക്ക് നമ്മൾ ഇറങ്ങുക. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്തു നിന്ന് മലക്കുകളെ അയക്കും. അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും അള്ളാഹിന്റെ വിശ്വാസികളായ അടിമകളെ കാണാൻ. അന്നെല്ലാവരും ഉറങ്ങും, വിശ്വാസികൾ മാത്രം ഉണർന്നിരിക്കുന്ന രാവാണ്. എല്ലാവരും ഉറങ്ങുന്ന, വിശ്വാസികൾ മാത്രം ഉണർന്നിരിക്കുന്ന രാവുകളിൽ മലക്കുകൾക്ക് അള്ളാഹിന്റെ ശരിയായ വിശ്വാസികളെ കാണാൻ സാധിക്കും. ആ കൂട്ടത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയെങ്കിലും നമ്മൾ ചെയ്യണം. മാത്രമല്ല വറൂഹു ഫീഹാ, മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും ആകാശലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ സമാധാനമാണ്. അവർ പ്രഭാതം ഉദിക്കുമ്പോഴാണ് തിരിച്ചാകാശ ലോകത്തേക്ക് അവർ കയറിപ്പോവുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുക. മൻ ഖാമ ലൈലത്തുൽ ഖദർ, ആരെങ്കിലും ലൈലത്തുൽ ഖദറിൽ എഴുന്നേറ്റ് നമസ്കരിച്ചാൽ, ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടെ ഇഹ്തിസാബോടുകൂടെ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അത്രയും നല്ല ഓഫർ അല്ലേ. ഹജ്ജിന് പോയാൽ നമ്മുടെ എല്ലാ പാപങ്ങളും മായ്ക്കപ്പെട്ട് പിറന്നപടി വീണ ഒരു കുട്ടിയെപ്പോലെ നമ്മൾ വരും എന്ന് നമുക്കറിയാം. എല്ലാവർക്കും ഹജ്ജിന് പോകാൻ തൗഫീഖ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹു നമ്മൾക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. എന്നാൽ നമ്മുടെ പാപങ്ങളൊക്കെ പുറക്കപ്പെടണം. നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ നമ്മൾക്ക് ഉണ്ടാവണം. അതിന് ഇങ്ങനെയുള്ള അള്ളാഹ് നൽകിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഇഅ്തികാഫ് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. ഇഅ്തികാഫിരിക്കുക, പള്ളിയിൽ ചടഞ്ഞുകൂടി നമ്മൾ ഇരിക്കുക അല്ലേ. അള്ളാഹുവിനുള്ള ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഇരിക്കുക. 10 ദിവസവും പരിപൂർണമായി ഇരിക്കുക എന്നതാണ് അതിൻ്റെ പൂർണ്ണത. എന്നാൽ നമുക്ക് സാധ്യമാവുന്നില്ല എങ്കിൽ രാത്രിയെങ്കിലും മഗ്രിബിൻ്റെ മുമ്പ് നമ്മൾ പള്ളിയിലേക്ക് നിയ്യത്ത് വെച്ച് കയറി ഒരു സുബഹി കഴിഞ്ഞ് സൂര്യോദയം വരെയെങ്കിലും നമ്മൾ ആ പള്ളിയിലേക്ക് ഇരിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കണം. 10 ദിവസം എല്ലാം മാറ്റിവെച്ച് ഇരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഖൈർ, ഏറ്റവും ഉത്തമം അതാണ്. എന്നാൽ നമുക്ക് സാധ്യമാവുന്നില്ല എങ്കിൽ ചുരുങ്ങിയത് രാത്രികളിലെങ്കിലും അല്ലേ, എല്ലാ ദിവസവും കുടുംബത്തോടൊപ്പമാണ്, ഒരു 10 ദിവസം, ഒരു 9 രാവ് അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിൻ്റെ പള്ളിയിൽ ആരാധനാ കർമ്മങ്ങളായി, ഖുർആൻ പാരായണമായി, ദിക്റുകളായി, പ്രാർത്ഥനകളായി അള്ളാഹിൻ്റെ പള്ളിയിൽ ചടഞ്ഞുകൂടിയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, ഈ ലൈലത്തുൽ ഖദറിലെങ്ങാൻ അല്ലെങ്കിൽ ഈ അവസാനത്തെ 10-ലെ ഏതെങ്കിലും ഒരു പകലിൽ, ഏതെങ്കിലും ഒരു രാവിൽ നമ്മൾ മരിച്ചുപോയാൽ നമുക്ക് സ്വർഗത്തിലേക്ക് ഓടിയെടുക്കാൻ സാധിക്കണം, നന്മയിലായി ജീവിക്കാൻ അല്ലേ. നമ്മൾ രാത്രിയിൽ ഇഅ്തികാഫിരിക്കണമെന്ന നിയ്യത്തിലാണ്, പകല് നമ്മൾ മരിച്ചുപോയി, രാത്രി ഇഅ്തികാഫിരുന്ന കൂലി പ്രിയമുള്ളവരെ നമ്മൾക്കല്ലേ. അത് കേവലം ഒരു നിയ്യത്തായി പോരാ, നമുക്ക് ചെയ്യണം എന്ന ആത്മാർത്ഥമായ ബോധ്യത്തോടു കൂടിയുള്ള നിയ്യത്തായിരിക്കണം. അങ്ങനെ ഇഅ്തികാഫിരിക്കാൻ അള്ളാഹിൻ്റെ പള്ളിയിൽ എല്ലാം മാറ്റിവെച്ച്, മറ്റ് ശുഗലുകളൊക്കെ നമ്മൾ മാറ്റിവെച്ച്, മൊബൈൽ ഫോണും മറ്റ് തിരക്കും ഒക്കെ മാറ്റിവെച്ച് അള്ളാഹിൻ്റെ പള്ളിയിൽ ഇരിക്കാൻ, ഒരുപാട് നേരം അള്ളാഹിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ, ഒരുപാട് ദിക്റുകൾ ചെല്ലാൻ, ഒരുപാട് ഖുർആനിലെ നമ്മളൊക്കെ പരിശോധിച്ചാൽ ഒരു പക്ഷേ 20 ജുസ് പോലും നമ്മുടെ പാരായണം എത്തിയിട്ടുണ്ടാവുകയില്ല. ആ പരിക്കൊക്കെ ഒന്ന് പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. ഈ നോമ്പിൻ്റെ പകലുകളിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും, രാത്രികളിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും. അതൊക്കെ പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി സുദീർഘം അള്ളാഹുവിനോട് പറഞ്ഞ്, അള്ളാഹിനോട് പൊരുത്തം വാങ്ങി, അള്ളാഹിൻ്റെ റഹ്മത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുന്ന രൂപത്തിൽ ആ ഇഅ്തികാഫിനെ നമ്മളൊന്ന് ക്രമീകരിക്കുക. മാത്രമല്ല നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുക, അവരെയും അതിലേക്ക് പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ജുമുഅയുള്ള പള്ളിയിലാണ് ഇഅ്തികാഫിരിക്കേണ്ടത്.
ജുമുഅയുള്ള പള്ളിയിലാണ് ഇഅ്തികാഫ് നമ്മൾ ഇരിക്കേണ്ടത്. ഈ പള്ളിയിൽ അതിനുള്ള സൗകര്യമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് കാംക്ഷിച്ച് എല്ലാം മാറ്റിവെച്ച് മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ച് രാത്രിയിലെങ്കിലും ചുരുങ്ങിയത് ഇഅ്തികാഫിൽ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ ക്രമീകരിക്കുക. അതേപോലെ തന്നെ ദിക്റുകൾ അധികരിപ്പിക്കുക. നമ്മളിനി കച്ചവടത്തിലാണ്, ഒഴിച്ചുകൂടാൻ കഴിയാത്ത തിരക്കിലാണ്. എപ്പോഴും നമ്മുടെ നാവ് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ലാ യസാലു ലിസാനു തുറത്തുമൊന്നും ചിന്തിക്കില്ല. നിന്റെ നാവ് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് പച്ച പിടിക്കട്ടെ. നിരന്തരം നമ്മൾ ചൊല്ലുക. നമ്മൾ കച്ചവടത്തിലാണ്, ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ആരെങ്കിലും ചൊല്ലിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന, അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. രാവിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 4 കലിമത്തുകൾ അത് ചൊല്ലിയാൽ രാവിലത്തെ മുഴുവൻ ദിക്റുകളും ചൊല്ലിയതിനേക്കാൾ പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാത കലിമാതിഹി. സ്വർഗ്ഗത്തിലെ നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, തുലാസിൽ ഏറ്റവും കനം തൂങ്ങുക, എന്നാൽ നാവിൽ വളരെ പറയാൻ എളുപ്പമുള്ള 2 കലിമത്തുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അങ്ങനെ ധാരാളം ദിക്റുകൾ ഒക്കെ നമ്മൾ ചൊല്ലുക. നമ്മുടെ നാവ് നമ്മുടെ കയ്യിലുണ്ടാകും. ഒരുപക്ഷെ പള്ളിയിൽ പോകാൻ കഴിയില്ല, പ്രശ്നമില്ല. നമുക്ക് ഖുർആൻ ഓതാൻ സമയമില്ല, കൈ പിടിക്കണം, മനപ്പാടില്ല, കുഴപ്പമില്ല. ദിക്ർ നമുക്കറിയാലോ. ആ നാവിലെപ്പോഴും ആ ദിക്റുകൾ നമ്മുടെ നാവിൽ നിരന്തരം നമ്മൾ കൊണ്ടുവരിക. അതിനൊരു ശ്രദ്ധ. വണ്ടിയിൽ പോവുകയാണ്, ദിക്ർ ചെല്ലാം. ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്, ദിക്ർ ചെല്ലാം. കടയിൽ ഇരിക്കുകയാണ്, ദിക്ർ ചെല്ലാം. നമ്മൾ വെറുതെ നടക്കുകയാണ്, ദിക്ർ ചെല്ലാം. പള്ളിയിലേക്ക് നടന്നു വരികയാണ്, ദിക്ർ ചെല്ലാം. വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, ദിക്ർ ചെല്ലാം. ആ ദിക്റുകൾ നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഇസ്തിഗ്ഫാറുകൾ നമ്മൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഈ 10 ദിവസത്തെ നമ്മളൊന്ന് ക്രമീകരിക്കുക. ആ 10 ദിവസത്തെ നമ്മളൊന്ന് ക്രമീകരിക്കുക. ഈ 10 ദിവസം കഴിഞ്ഞിട്ടും ശവ്വാലമ്പളി ആകാശത്ത് തെളിയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി പ്രാർത്ഥിച്ചില്ലേ, റമളാൻ കിട്ടിയിട്ടും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ മുഖം കുത്തി വീഴട്ടെ, അവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ച് 3 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞില്ലേ. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ സ്ഥിതിയെങ്കിൽ ഇത്രയും കഴിഞ്ഞ 20 ദിവസങ്ങൾ 19 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകളും അലസതയും മടിയും സംഭവിച്ച ദിവസങ്ങളാണെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഈ 10 ദിവസം, ഈ 9 രാവ് നമ്മൾക്ക് മതിയായതായിരിക്കും. ആ നിലക്ക് അതിനൊന്ന് ക്രമീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ആ ദിവസങ്ങളെ നോക്കിക്കാണുന്ന, അള്ളാഹുവിലേക്ക് ധാരാളം അടുക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുമ്മ അല്ലിംനാ വയൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ റമദാനിൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ പോലും നമ്മൾ കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിലൊക്കെ മുസ്ലിം നാമധാരികളായ ആളുകളുടെ പേരും നമ്മളതിൽ കാണുന്നു. മറ്റുള്ളവർ ഇല്ല എന്നല്ല, പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഉമ്മത്തിൻ്റെ പേരാണ് എന്നതാണ് വാസ്തവം. അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ അതിനെ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവിടെ നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടത് മക്കൾക്ക് കൃത്യമായ ബോധം കൊടുക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രിയമുള്ള ഉമ്മമാർക്ക്, പ്രിയമുള്ള സഹോദരിമാർക്ക് ഒരു ഉമ്മയുടെ കഥ പറഞ്ഞു തരാം. ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ ഉമ്മ. അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു പള്ളിയുണ്ട്. എല്ലാ ദിവസവും ആ പള്ളിയിൽ ദർസ് നടക്കും. ചില ദിവസങ്ങളിൽ ഒരുപാട് ആളുകളുണ്ടാവും, ചില ദിവസങ്ങളിൽ കുറച്ച് ആളുകളുണ്ടാവും. അവിടെ എത്ര ആൾ കൂടിയാലും എത്ര ആൾ കുറഞ്ഞാലും അവസാനം ഒരാളാണ് ഒരു ദിവസം പള്ളിയിലെങ്കിൽ ആ ഒരാൾ ഇബ്നു ബാസ് ആയിരിക്കും. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ പള്ളിയിൽ ദർസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സുബഹിക്കാണ് അവിടെ ക്ലാസ് നടക്കുക. ആ പള്ളിയിൽ ദർസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയുടെ കൊലായിൽ പുറത്ത് വാതിൽപ്പടിയിൽ
ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടാവും. അത് ഇബ്നു ബാസിൻ്റെ ഉമ്മയാണ്. സുബഹിക്ക് ആ ചെറിയ കുഞ്ഞിനെ തട്ടി ഉണർത്തി വുളു എടുപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് ഉമ്മ ആ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ആ പള്ളിയിലേക്ക് കൊണ്ടുപോകും. ദർസ് കഴിയുന്നത് വരെ ആ പള്ളിയുടെ വാതിൽപ്പടിയിൽ ആ ഉമ്മ ഇരിക്കും. എന്നിട്ട് ദർസ് കഴിഞ്ഞ് തിരിച്ച് മകനെയും കൂട്ടിപ്പോകും. കുറച്ച് കഴിഞ്ഞ് ആ മകൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇബ്നു ബാസ് കേട്ട് പരിചയം ഉണ്ടാകും. ചെറുപ്പത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടു. വലിയ സങ്കടമായി. തൻ്റെ അയൽവാസിയോട് സങ്കടം പറഞ്ഞു. അയൽവാസി പറഞ്ഞു, നീ എന്തിനാ സങ്കടപ്പെടുന്നത്? എൻ്റെ റബ്ബില്ലേ, ആ പടച്ചവനോട് പറ. അള്ളാഹ് കാഴ്ച തിരിച്ചു കൊടുത്തില്ല, മറിച്ച് ലോകത്ത് മുഴുവൻ ജനങ്ങളും ആദരിക്കുന്ന വലിയ പണ്ഡിതനാക്കി. അന്ധനായ പണ്ഡിതൻ അല്ലേ, കറുത്ത ഒരു കണ്ണട ധരിച്ച് അള്ളാൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ അവിടെ ഇരുന്ന് ദർസെടുക്കുന്ന, ഹറമിൽ ഇരുന്ന് ദർസെടുക്കുന്ന പ്രായമേറെ ചെന്ന ഇബ്നു ബാസിനെ നമുക്ക് കാണാം. മരിച്ചുപോയി. അള്ളാഹ് റഹ്മത്ത് ചെയ്യട്ടെ. ഇമാം സഅദി എന്ന വലിയ പണ്ഡിതൻ്റെ ഉസ്താദാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ആ ഉമ്മയാകാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രിയമുള്ളവരെ ആ ഉമ്മാൻ്റെ നിഴലാകാനെങ്കിലും നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് നമ്മൾ പറഞ്ഞയക്കണം. അവർക്ക് മതവിദ്യാഭ്യാസം കൊടുക്കണം. ആ ഉമ്മ കേവലം മദ്രസയിലാക്കി തിരിച്ചു പോരുക മാത്രമല്ല, ആ മകനെ ഇസ്ലാമിക ചിട്ടയോടുകൂടി വളർത്തി എന്നതാണ് പ്രധാനം. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ ചരിത്രം നമുക്കറിയാം. കാഴ്ച നഷ്ടപ്പെട്ട ഇമാം ബുഖാരി ഉമ്മാൻ്റെ പ്രാർത്ഥന കൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടി. ഉമ്മാക്ക് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ലോകത്തറിയപ്പെടുന്ന പണ്ഡിതനാക്കണമെന്ന്. വേറൊരാഗ്രഹവും ആ ഉമ്മാക്ക് ഉണ്ടായിരുന്നില്ല. ലോകം ഇന്നും നമ്മൾ ഒരു 4 വട്ടം എന്ന് പറഞ്ഞ ഹദീസുകളിലൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് റഹിമഹുല്ലാഹ്. പ്രിയമുള്ളവരെ, ആ ബോധം നമ്മൾ മദ്രസയിൽ നിന്ന് കുട്ടികളെ പറഞ്ഞയക്കണം. ഇന്ന് ഒരു ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അതിപ്രസരമാണ്. മദ്രസയില്ലെങ്കിലും കുഴപ്പമില്ല, കുട്ടികൾ പഠിച്ചില്ലെങ്കിലും എന്നാക്കുന്ന 1-ാം ക്ലാസ്സിലെ കുട്ടിയെ വരെ 7 മണിക്ക് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന കാലഘട്ടമാണ്. അവിടെ നമ്മുടെ മക്കളുടെ മതപരമായ വിദ്യാഭ്യാസം അത് ധാർമ്മികമായ വിദ്യാഭ്യാസമാണ്. മതപരമായ വിദ്യാഭ്യാസം അത് ധാർമ്മികപരമായ വിദ്യാഭ്യാസമാണ്. അപ്പോൾ ആ നിലയ്ക്ക് അവരെ മദ്രസകളിലേക്ക് പറഞ്ഞയക്കാൻ നല്ലൊരു ശ്രദ്ധ നമ്മൾ കാണിക്കണം. നമ്മുടെ ഇവിടെ നടക്കുന്ന മദ്രസ അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. നമ്മൾക്ക് ഏറ്റവും അടുത്ത് ശരിയായ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ദീന് പഠിക്കാനുള്ള ഒരു സംവിധാനം, ഒരു സംരംഭം, അതിനെ നമ്മൾ കണ്ണടച്ചാൽ പിന്നീട് വരുമ്പോൾ ആ മക്കൾക്ക് ആ ബോധം നഷ്ടപ്പെട്ടു പോയിട്ട് കരഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ യാതൊരു കാര്യവുമില്ല. അതോടൊപ്പം ചേർത്ത് പറയുന്ന ഒരു കാര്യം, കേവലം മക്കളെ മദ്രസയിൽ കൊണ്ടുപോയി ഇട്ടുകൊണ്ട് മാത്രം അവർ നന്നായിക്കൊള്ളുന്നില്ല. പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ പ്രാവർത്തികമാക്കാനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. ഔറത്ത് മറച്ച് നടക്കണം എന്ന മദ്രസയിൽ നിന്ന് പഠിച്ചു വരുന്ന മകൾക്ക് ഉമ്മ പെരുന്നാക്കോടി എടുത്തു കൊടുക്കുന്നത് മുട്ടുവരെ ഇറങ്ങുന്ന ഷോർട്സാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കരുത്, അത് നരകത്തിലെ വസ്ത്രമാണ് എന്ന് പഠിച്ചു വരുന്ന മകന് ഉമ്മ ടെക്സ്റ്റൈൽസിൽ പോയി വാങ്ങിക്കൊടുക്കുന്നത് നിര്യാണിക്ക് താഴെ ഇറങ്ങി നിൽക്കുന്ന പാൻ്റാണ്. അത് വിദ്യാഭ്യാസമല്ല, അതല്ല മദ്രസ വിദ്യാഭ്യാസം. പഠിക്കുന്നത് പ്രാവർത്തികമാക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ വീടുകൾ. അതിനുള്ള സ്പേസ് അവർക്ക് നൽകണം, അവരെ ബോധ്യപ്പെടുത്തണം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയാൽ ഭാവിയിൽ പ്രതീക്ഷയുള്ള മക്കളായി, നമ്മളെ നോക്കുന്ന, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സമൂഹത്തിന് നന്മ പകർന്നു നോക്കുന്ന, സമൂഹം നല്ലത് പറയുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറും. ആ നിലക്ക് നമ്മളൊന്ന് ക്രമീകരിക്കണം, ആ നിലക്ക് അതിനെ നോക്കിക്കാണണം. മക്കളെ എല്ലാം മദ്രസയിലേക്ക് പറഞ്ഞേക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കണം. രാവിലെ സുബഹിക്ക് ശേഷം ഏറ്റവും നല്ല സമയത്താണ് നമ്മുടെ മദ്രസ. 6:45 ആരംഭിച്ച് 8:15 അവസാനിക്കുന്ന രൂപത്തിലാണ് അത് ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി നേരത്തെയാണ് സ്കൂളിലെ ബസ് വരുന്നത് എങ്കിലും അവരെ അതിലേക്ക് പറഞ്ഞയക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു ദീനീ വിദ്യാഭ്യാസം അവർക്ക് നമ്മൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ, ഹോളിഡേ ദിവസങ്ങളിൽ കാപ്പാട് നടക്കുന്ന സ്കൂൾ ഓഫ് ഖുർആൻ അതും വലിയൊരു സംരംഭമാണ്. 1-ാം ക്ലാസ് മുതൽ ചേരുന്ന ഒരു കുട്ടി 17 കൊല്ലം കഴിഞ്ഞ് അവൻ ഇറങ്ങുക ഖുർആൻ മൊത്തം മനഃപ്പാഠമാക്കിയ, പ്രവാചകൻ്റെ 4000 ഹദീസുകൾ മനഃപ്പാഠമാക്കിയ, എല്ലാ വിജ്ഞാന ശാഖകളിലും അറിവും അവഗാഹവുമുള്ള, അതോടൊപ്പം ഡിഗ്രിയും PG വരെ എടുക്കുന്ന, ദുനിയാവിൻ്റെ വിദ്യാഭ്യാസവും കൂടെ ചേർന്നു പോകുന്ന ജാമ്യയുടെ വലിയ സംരംഭം കാപ്പാട് അതിൻ്റെ സെൻ്ററുണ്ട്. അതിലേക്കൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞയക്കാനും നല്ല ദീനീ വിദ്യാഭ്യാസം കൊടുക്കാനും ആ ചിട്ട വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കുവാനും കാണിച്ചാൽ നമ്മുടെ മക്കൾ നമ്മുടെ വഴിയിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ക്രമീകരിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിൻ്റെ ദീനിൻ്റെ
നേരായ മാർഗത്തിൽ സ്വയം സഞ്ചരിക്കുകയും കുടുംബത്തെ അതിലൂടെ വഴി നടത്തുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ പാപങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കരിച്ച നിസ്കാരങ്ങൾ അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് അള്ളാഹു കബൂലിയത്ത് നൽകുമാറാകട്ടെ. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.